വെൽക്കം ഓൾ ടു ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സ്. എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സിലേക്ക് സ്വാഗതം. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് വരാൻ പോകുന്ന LDC, LGS, CPO എന്നിങ്ങനെയുള്ള എക്സാമിനേഷന് വേണ്ടിയിട്ടാണ്. ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഒരു സീരീസ് ഓഫ് ടോപ്പിക്സ് ആണ് ഏത് 150 ടോപ്പിക്സ് അല്ലെങ്കിൽ 150 പ്രധാനപ്പെട്ട ടോപ്പിക്സ്. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സീരീസ് ഉണ്ട്. ഇംഗ്ലീഷ്, മലയാളം എന്നിവയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. കുറച്ചുകൂടി കഴിയുമ്പോൾ കറണ്ട് അഫയേഴ്സ് നിങ്ങളിലേക്ക് എത്തും. റിവിഷൻ സീരീസ് ഉണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സിന്റെ ഈ യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ക്ലാസ് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എടുത്ത് നോക്കുക. അത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഓരോന്നിന്റെയും പ്ലേലിസ്റ്റ് കിട്ടും. ആ പ്ലേലിസ്റ്റ് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ആദ്യം മുതലുള്ള ക്ലാസ്സുകൾ കാണുക. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ കമന്റ് ഇടാം. സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയാം. അതുപോലെ തന്നെ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളത് ചെയ്യില്ലെന്ന് എനിക്കറിയാം. കാരണം നിങ്ങളുടെയൊക്കെ വിചാരം കയ്യിൽ നിന്ന് പോയാൽ ഇത് പോയി, ഈ ക്ലാസ് വേറെ വല്ലതും കണ്ടാലോ എന്നുള്ള പേടിയുള്ള പലരും ഉണ്ട്. പക്ഷെ അത് മണ്ടത്തരമാണ് കേട്ടോ. നിങ്ങൾക്കുള്ള സീറ്റ് നിങ്ങൾക്ക് തന്നെ കിട്ടും. അപ്പൊ അതുകൊണ്ട് പറ്റുമെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ നല്ല രീതിയിലുള്ള റെസ്പോൺസ് ആണ് എനിക്കും കൂടുതൽ ക്ലാസ് ചെയ്യാനായിട്ട് ഊർജം നൽകുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബാക്കിയുള്ളവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക. ക്ലാസ് പതിവായിട്ട് കാണിപ്പിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ 150 ടോപ്പിക്സിന്റെ സീരീസിൽ ചെയ്യുന്ന വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് തന്നെയാണ്. നമുക്ക് നമ്മുടെ സിലബസിൽ ഫിസിക്സിന്റെ ഭാഗമായിട്ട് പഠിക്കേണ്ട ഒരു ഭാഗമുണ്ട്. അതാണ് യൂണിറ്റ് അളവുകൾ. യൂണിറ്റ് അളവുകൾ PSC സാധാരണയായിട്ട് നമ്മളോട് അടിസ്ഥാന യൂണിറ്റുകളെ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ SI യൂണിറ്റുകളെ കുറിച്ച് ചോദിക്കാറുണ്ട്. അതും ക്വസ്റ്റ്യൻസ് കൂടുതൽ കണ്ടിരിക്കുന്ന SCRT പുസ്തകത്തിൽ നിന്ന് തന്നെയാണ്. സോ നമ്മൾ വളരെ സെലക്റ്റീവ് ആയിട്ടാണ് ഈ ഒരു ക്ലാസ് കൊണ്ടുപോകുന്നത്. സോ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അടിസ്ഥാന യൂണിറ്റുകൾ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ യൂണിറ്റ്സിനെ കുറിച്ചാണ് പറയുന്നത്. ശ്രദ്ധിക്കുക. പരസ്പരം ബന്ധമില്ലാതെ നിലനിൽക്കുന്നതും മറ്റളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ പറ്റാത്തതുമായ കേവല അളവുകളാണ് അടിസ്ഥാന അളവുകൾ. പരസ്പരം ബന്ധമില്ലാതെ നിലനിൽക്കുന്നതും അല്ലെങ്കിൽ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതല്ല, മറ്റളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ പറ്റാത്തതുമായിട്ടുള്ള കേവല അളവുകളെയാണ് അടിസ്ഥാന അളവുകൾ എന്ന് പറയുന്നത്. അടിസ്ഥാന അളവുകളുടെ യൂണിറ്റുകളാണ് അടിസ്ഥാന യൂണിറ്റുകൾ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഈ അടിസ്ഥാന യൂണിറ്റുകളെ ആസ്പദമാക്കിയുള്ള പദ്ധതിയാണ് യൂണിറ്റുകളുടെ അന്താരാഷ്ട്ര പദ്ധതി അല്ലെങ്കിൽ ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. ഇതിന്റെ ചുരുക്കെഴുത്താണ് SI യൂണിറ്റ്. വേണമെങ്കിൽ മക്കളെ നമ്മളോട് ചോദിക്കാം, SI യൂണിറ്റ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റിന്റെ ചുരുക്കെഴുത്ത് എന്താന്നൊക്കെ ചോദിച്ചേക്കാം. കാരണം SCRT ഇത്രയും വ്യക്തമായിട്ട് പറയുമ്പോൾ PSCക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അത് ശ്രദ്ധിക്കുക. അപ്പൊ ഓർത്തു വെക്കുക, ഈ ഫണ്ടമെന്റൽ യൂണിറ്റുകളെ ആസ്പദമാക്കിയുള്ള യൂണിറ്റുകളുടെ അന്താരാഷ്ട്ര പദ്ധതിയെ വിളിക്കുന്നതാണ് എന്താ, ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് അല്ലെങ്കിൽ SI യൂണിറ്റ് എന്ന് പറയും. അപ്പൊ നമ്മള് ചില കാര്യങ്ങളുടെ അടിസ്ഥാന അളവുകളും അവയുടെ SI യൂണിറ്റും പഠിക്കണം. ഈ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ കിട്ടാറുണ്ട്. അപ്പം SCRTയിൽ ഉള്ളതാണ് ഇതിനു മുമ്പ് ചോദിച്ചു കണ്ടിരിക്കുന്നത്. നമുക്ക് അപ്രകാരം തന്നെ പഠിച്ചു പോകാം. അടിസ്ഥാന അളവുകളും അവയുടെ SI യൂണിറ്റുകളും. ആദ്യം അടിസ്ഥാന യൂണിറ്റായ നീളത്തെ കുറിച്ച് പഠിക്കാം. നീളത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് അല്ലെങ്കിൽ SI യൂണിറ്റ് ഏതാന്ന് ചോദിച്ചാൽ അത് മീറ്റർ ആണ്. അപ്പൊ ഇപ്പൊ തന്നെ നമുക്ക് ബൈഹാർട്ട് ചെയ്ത് പഠിച്ചു പോകാം. നീളത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് ആണ് ഏത്, മീറ്റർ. ഇപ്പൊ മീറ്റർ എന്ന് പറയുന്ന അടിസ്ഥാന യൂണിറ്റിനെ നമ്മള് M എന്ന് പറയുന്ന ഒരു പ്രതീകം ഉപയോഗിച്ചാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ പഠിച്ചു കഴിഞ്ഞു നീളത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് ഏതാണ്, മീറ്റർ ആണ്. M എന്ന് പറയുന്ന പ്രതീകം ഉപയോഗിച്ചാണ് നമ്മൾ അവയെ സൂചിപ്പിക്കുന്നത്. അടുത്തത് മാസ് അടിസ്ഥാന അളവാണ്. മാസിന്റെ അടിസ്ഥാന യൂണിറ്റ് അല്ലെങ്കിൽ SI യൂണിറ്റ് ആണ് കിലോഗ്രാം. മാസിന്റെ SI യൂണിറ്റ് ആണ് കിലോഗ്രാം. kg എന്ന് പറയുന്ന പ്രതീകം ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ സൂചിപ്പിക്കുന്നു. അപ്പൊ kg ഉപയോഗിച്ച് kg എന്ന പ്രതീകം നമ്മൾ ഉപയോഗിക്കുന്നത് കിലോഗ്രാമിനെ സൂചിപ്പിക്കാനാണ്. കിലോഗ്രാം മാസിന്റെ അടിസ്ഥാന യൂണിറ്റ് ആണ്. അടുത്തത് സമയത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് ആണ് സെക്കൻഡ്. നീളത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് മീറ്റർ, മാസിന്റേത് കിലോഗ്രാം, സമയത്തിന്റേത് സെക്കൻഡ്. സ്മോൾ ലെറ്റർ S ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെക്കൻഡ് എന്നതിന്റെ പ്രതീകമായിട്ട് ഉപയോഗിക്കുന്നത്. മീറ്റർ സ്മോൾ ലെറ്റർ M ആണ് പ്രതീകം, കിലോഗ്രാം സ്മോൾ ലെറ്റേഴ്സ് kg ആണ് പ്രതീകം, സെക്കൻഡ് സ്മോൾ ലെറ്റർ S ആണ് പ്രതീകം. ഈ മൂന്നെണ്ണം ബൈഹാർട്ട് ആയല്ലോ.
ഇനി അടുത്തതിലേക്ക് പോകാം. വൈദ്യുത പ്രവാഹ തീവ്രത അല്ലെങ്കിൽ ഇലക്ട്രിക് കറന്റ്. ഇലക്ട്രിക് കറന്റിന്റെ SI യൂണിറ്റ് ആണ് ആംപിയർ. ക്യാപിറ്റൽ ലെറ്റർ A ഉപയോഗിച്ച് സൂചിപ്പിക്കും. വൈദ്യുത പ്രവാഹ തീവ്രതയുടെ അല്ലെങ്കിൽ ഇലക്ട്രിക് കറന്റിന്റെ SI യൂണിറ്റ് ആണ് ആംപിയർ. PSC പലതവണ ചോദിച്ചിട്ടുണ്ട്. A എന്ന് പറയുന്ന ക്യാപിറ്റൽ ലെറ്റർ A ആണ് ഇതിന്റെ പ്രതീകം. അടുത്തത് താപനില. താപനില അല്ലെങ്കിൽ ടെമ്പറേച്ചർ. താപനിലയുടെ SI യൂണിറ്റ് ആണ് കെൽവിൻ. ക്യാപിറ്റൽ ലെറ്റർ K എന്ന് പറയുന്ന ലെറ്റർ പ്രതീകം ഉപയോഗിച്ചാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. അപ്പൊ താപനിലയുടെ SI യൂണിറ്റ് കെൽവിൻ. ക്യാപിറ്റൽ ലെറ്റർ K ആണ് പ്രതീകമായിട്ട് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് പദാർത്ഥത്തിന്റെ അളവ് അല്ലെങ്കിൽ അമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. അമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിന്റെ അടിസ്ഥാന യൂണിറ്റ് എന്താണ്? മോൾ ആണ്. MOL എന്ന് പറയുന്ന ലെറ്റേഴ്സ് യൂസ് ചെയ്ത മോൾ, MOL ഉപയോഗിച്ചാണ് നമ്മളത് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഒന്നുകൂടി വരാം. വൈദ്യുത പ്രവാഹ തീവ്രത അല്ലെങ്കിൽ ഇലക്ട്രിക് കറന്റിന്റെ SI യൂണിറ്റ് ആംപിയർ. ക്യാപിറ്റൽ ലെറ്റർ A ആണ് പ്രതീകം. താപനില അല്ലെങ്കിൽ ടെമ്പറേച്ചറിന്റെ SI യൂണിറ്റ് കെൽവിൻ ആണ്. ക്യാപിറ്റൽ ലെറ്റർ K ആണ് പ്രതീകം. പദാർത്ഥത്തിന്റെ അളവ് അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, അതിന്റെ അടിസ്ഥാന യൂണിറ്റ് SI യൂണിറ്റ് മോൾ ആണ്. MOL എന്ന് പറയുന്ന ലെറ്റേഴ്സ് യൂസ് ചെയ്ത് സൂചിപ്പിക്കാം. സ്മോൾ ലെറ്റേഴ്സ് ആണ് കേട്ടോ. നെക്സ്റ്റ് ല്യൂമിനസ് ഇന്റൻസിറ്റി അല്ലെങ്കിൽ പ്രകാശ തീവ്രത. പ്രകാശ തീവ്രതയുടെ അടിസ്ഥാന യൂണിറ്റ് അല്ലെങ്കിൽ SI യൂണിറ്റ് ആണ് കാൻറ്റില. CD, സ്മോൾ ലെറ്റേഴ്സ് CD ഉപയോഗിച്ചാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഈ 7 കാര്യങ്ങള് നമ്മുടെ പുസ്തകത്തിലുള്ളതാണ്. അതുകൊണ്ട് ഇത് 7 മസ്റ്റ് ആയിട്ട് പഠിക്കണം. നീളം അടിസ്ഥാന യൂണിറ്റ് മീറ്റർ, മാസ് അടിസ്ഥാന യൂണിറ്റ് കിലോഗ്രാം, സമയം അടിസ്ഥാന യൂണിറ്റ് സെക്കൻഡ്, വൈദ്യുത പ്രവാഹ തീവ്രത അല്ലെങ്കിൽ ഇലക്ട്രിക് കറന്റ് SI യൂണിറ്റ് ആംപിയർ, താപനില ടെമ്പറേച്ചർ SI യൂണിറ്റ് കെൽവിൻ, പദാർത്ഥത്തിന്റെ അളവ് അമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് SI യൂണിറ്റ് മോള്, പ്രകാശ തീവ്രത SI യൂണിറ്റ് കാൻറ്റില CD. ആദ്യം നിങ്ങൾ ഇത്രയും പഠിച്ചു വെക്കുക. അത് കഴിഞ്ഞ് വെളിയിൽ നിന്നുള്ള പഠിച്ചാൽ മതി. കാരണം SCRTക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതുകൊണ്ട് ഇത് മസ്റ്റ് ആയിട്ടും പഠിക്കണം കേട്ടോ. SCRT പുസ്തകം ബേസ് ചെയ്താണ് നമ്മളിവിടെ SI യൂണിറ്റുകളെ കുറിച്ചും അവയുടെ പ്രതീകങ്ങളെ കുറിച്ചും മനസ്സിലാക്കിയത് അല്ലെ. സാധാരണ നിങ്ങൾ അറിയാം PSCയുടെ മുൻവർഷ ചോദ്യപേപ്പർ എടുത്ത് നോക്കുവാണെങ്കിൽ ഈ ഭാഗത്ത് നമുക്ക് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അപ്പൊ ഇതിനകത്ത് 2 രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഒന്നില്ലെങ്കിൽ ഏതെങ്കിലും അടിസ്ഥാന അളവ് തന്നിട്ട് അതിന്റെ യൂണിറ്റ് ഏത് എന്നുള്ള രീതിയിൽ ചോദിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് അളവ് ഏതാണ് എന്ന് നമ്മളോട് ചോദിക്കാറുണ്ട്. പിന്നെ ചില ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നമ്മൾ ഏതെങ്കിലും ഇപ്പൊ കെൽവിൻ അപ്പൊ എന്നിട്ട് ഇങ്ങനെ ഓപ്ഷൻ തരും. സ്മോൾ ലെറ്റർ K എഴുതും, ക്യാപിറ്റൽ ലെറ്റർ K എഴുതും, അല്ലെങ്കിൽ KEL എന്നൊക്കെ എഴുതിയിട്ട് ചോദിക്കും. ഇതില് ഏതാണ് കെൽവിൻ എന്ന യൂണിറ്റിന്റെ പ്രതീകം എന്നുള്ള രീതിയിൽ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അതായത് യൂണിറ്റ് അളവ് ഡയറക്റ്റ് തന്നിട്ട് പ്രതീകം ഏതാ എന്നുള്ള രീതിയിൽ ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ നമ്മളോട് ഏതെങ്കിലും ഒരു അളവ്, ഫോർ എക്സാമ്പിൾ നീളത്തിന്റെ യൂണിറ്റ് അളവ് ഏതാണ് എന്നുള്ള രീതിയിലും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പൊ ഈ ഒരു ബോക്സ് ഇപ്പൊ പഠിച്ചില്ലേ, ഇത് നിങ്ങളുടെ കയ്യിൽ ഇതിന്റെ നോട്ട് ഇല്ലെങ്കിൽ ഇതിനെ എഴുതിയെടുക്കുക, പഠിക്കുക, പല ആവർത്തി പറയുക, പഠിക്കാം. ഇപ്പൊ തന്നെ ഞാനിത് പല ആവർത്തി ഉരുവിട്ടത് നിങ്ങളുടെ മനസ്സിലേക്ക് അത് കയറുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പൊ തന്നെ പഠിച്ചവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഓക്കെ, പഠിക്കാവുന്നതേ ഉള്ളൂ, പെട്ടെന്ന് പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ ചെറിയ ടോപ്പിക്സ് ഒക്കെ ആ ഒരു സമയം കൊണ്ട് തന്നെ പഠിച്ചെടുക്കുക. റിവിഷൻ പറയുന്ന സമയത്ത് നിങ്ങൾ ഒന്നുകൂടി അതിനെ പഠിച്ചു വരിക. അപ്പൊ ഇന്ന് രാത്രി 8 മണിക്ക് നമുക്ക് റിവിഷൻ ഉണ്ട്. റിവിഷൻ 150 ടോപ്പിക്സിന്റെ പാർട്ട് 3ഉം പാർട്ട് 4ഉം ആണ്. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എടുത്തിട്ട് 150 ടോപ്പിക് സീരീസിന്റെ പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് പാർട്ട് 3ഉം പാർട്ട് 4ഉം പഠിച്ചിട്ട് പോവുക. പഠിക്കാതെ ആരും റിവിഷൻ അറ്റൻഡ് ചെയ്യേണ്ട. എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉള്ളത് കൊണ്ടല്ല, നിങ്ങളെ നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് പഠിച്ചേച്ച് വരിക. നമുക്ക് അടുത്ത സെഷനിൽ കാണാം. താങ്ക്